സുഹൃത്തുക്കളെ, ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇത് നിങ്ങൾ ശരിക്കും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ്. കാരണം നമ്മൾ കോഴിക്കോടുള്ളൊരു ക്ഷേത്രമാണ്. അതായത് റെയിൽവേ ലൈനിൻ്റെ തൊട്ടടുത്തതാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രം. കണ്ടങ്ങൾ ട്രെയിൻ വരുന്നുണ്ട്. ഇത് പ്ലാറ്റ്ഫോം അവിടെ, ഈ പ്ലാറ്റ്ഫോമിൻ്റെ തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ്. ഇത് എന്താണ് ഇതിൻ്റെ അത്ഭുതം എന്ന് എനിക്കറിയില്ല. ഇത്രയും കാലമായിട്ട് ഈ ക്ഷേത്രം ഇവിടെ നിലനിന്നുകൊണ്ടേയിരിക്കുകയാണ്. വളരെ അത്ഭുതമാണ്. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരുമ്പോൾ അതിനെപ്പറ്റി ഞങ്ങൾ ചിന്തിക്കാറുണ്ട്. ഇത് ശരിക്കും റെയിൽവേൻ്റെ സ്ഥലത്തില്ലതാണ്. ഈ ട്രാക്കിൻ്റെ തൊട്ടടുത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇതൊരു അത്ഭുതം തന്നെയാണ്. ഇത്രയും കാലം അവിടെ എങ്ങനെ നിന്നുള്ളത് ബ്രിട്ടീഷുകാരുടെ കാലത്തേ ഉള്ളതാണെന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകാം. ഹായ് സുഹൃത്തുക്കളെ, ഇന്ന് ഞാനുള്ളത് വെസ്റ്റിൽ കേളിക്കുട്ടിക്കാവ് എന്നൊരു സ്ഥലത്താണ്. കോഴിക്കോട് വെസ്റ്റിൽ കേളിക്കുട്ടിക്കാവ് എന്നൊരു സ്ഥലത്താണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ, ഈ ഒരു ക്ഷേത്രത്തിന് ഒരുപാട് കഥകളുണ്ട്. ഒരുപാട് വിശ്വാസമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ഒരുപാട് കഥകളുണ്ട്. ഇത് റെയിൽവേൻ്റെ സ്ഥലത്താണ് കിടക്കുന്നത് അല്ലേ? അതെ, റെയിൽവേ ആണ് സംരക്ഷിക്കുന്നത്? അല്ല, റെയിൽവേ അല്ല സംരക്ഷിക്കുന്നത്. ഇതിപ്പം ദേവസ്വത്തിൻ്റെ ഇതിൽ വരുന്നതാണ്. ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഈ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട ആളാണ്. ഒന്ന് പരിചയപ്പെടുത്തങ്ങളെ. നമസ്കാരം, എൻ്റെ പേര് സ്വരൂപ് നെല്ലിപ്പനത്ത്. ഞാൻ ഈ അമ്പലത്തിൻ്റെ ഏറ്റവും ഇളയ തലമുറയിൽപ്പെട്ട ഒരാളാണ്. ഇത് ചരിത്രം പറയുകയാണെങ്കിൽ വളരെ മുമ്പ് ഒരു 1850 കാലഘട്ടത്തിൽ ഇവിടെ ജീവിച്ച കേളുകുട്ടി മുത്തപ്പൻ എന്ന് പറയുന്ന വെണ്ണാരമൂർത്തി, അവർ ഈ നാട്ടിലുള്ള ആളുകളൊക്കെ എന്ത് ബുദ്ധിമുട്ട് വന്നാലും അവരെടുത്ത് ഒരു രക്ഷയ്ക്കായിട്ട് വരും. അപ്പം അന്നത്തെ കാലഘട്ടത്തിൽ അവർ പ്രാർത്ഥനയിൽ കൂടെ ഈ കേളുകുട്ടി എന്ന് പറയുന്ന വ്യക്തി ആളുകൾക്ക് സുഖം, അവരുടെ അടുത്ത് വന്ന ആളുകൾക്കൊക്കെ ഒരു എന്താ പറയുക, ഒരു ആശ്വാസം ലഭിച്ച്. പിന്നീട് ഇത് ഭണ്ണാരമൂർത്തി എന്ന് വെച്ചാൽ നമ്മൾ അന്നത്തെ കാലത്ത് വസൂരിയൊക്കെ വന്ന് മരണപ്പെട്ടു പോയ ആളുകളാണ്. ഈ വസൂരിൻ്റെ കഥയാണ് ഞാൻ പത്രത്തിൽ വായിച്ചത്. അതുകൊണ്ടാണ് ഞാൻ ആകർഷണമായിട്ട് അവിടെ വന്നത്. അതെ, അപ്പോൾ ഭണ്ണാരമൂർത്തികൾ ഒരുപാടുണ്ട്. അതിൽ അന്നത്തെ കാലത്ത് ഇങ്ങനെ ഈ ഭണ്ണാരമൂർത്തി എന്ന് പറഞ്ഞാൽ പിന്നീട് ആ ഒരു ചൈതന്യം നിലനിൽക്കുന്ന സ്ഥലമാണ്. മരണപ്പെട്ടു പോയ സ്ഥലത്തുള്ള ഒരു ചൈതന്യം. ആ സ്ഥലം ആളുകൾ ഒരു അമ്പലമായിട്ട് സംരക്ഷിക്കും. അങ്ങനെ കേളുകുട്ടി മുത്തപ്പൻ്റെ ആ ബന്ധത്തിൽപ്പെട്ട ഒരാളാണ് പെരുവക്കുട്ടി. അതായത് എൻ്റെ അച്ഛൻ്റെ അച്ഛൻ ആണ് ഈ പെരുവക്കുട്ടി എന്ന് പറയുന്ന ആൾ. അവരാണ് ഈ അന്നത്തെ കാലത്ത് ഈ ഒരു ക്ഷേത്രമായിട്ട് ഇത് സംരക്ഷിച്ചു കൊണ്ടുവന്നത്. ശേഷം 1870 കാലഘട്ടത്തിലാണ് തോന്നുന്നു ഇത് സംഭവിച്ചത്. ഏകദേശം അത് കഴിഞ്ഞപ്പോൾ തന്നെ അന്നത്തെ ബ്രിട്ടീഷ് കളക്ടറാണ് ഇതൊക്കെ നോക്കിക്കൊണ്ടിരുന്നത്. 1870 കാലഘട്ടത്തിൽ ഒരു ഒടവാൾ വെച്ച് ഇത് പൂജിക്കാനുള്ള ഒരു ലൈസൻസ്, ഒരു അനുവാദം അന്നത്തെ കാലത്ത് ബ്രിട്ടീഷ് ഗവൺമെൻറ് 1870 കാലഘട്ടത്തിൽ. അതെന്തായാലും 1900 മുമ്പ് ആണ് ഇത് നടന്നിട്ടുണ്ടായിരുന്നത്. പിന്നീട് അതിന് ശേഷം അവരുടെ മകൻ ചന്തുക്കുട്ടി എന്ന് പറയുന്ന ആളാണ്, ചന്തുക്കുട്ടി നെല്ലിപ്പനത്താണ് ഇത് സംരക്ഷിച്ചത്. പിന്നീട് അതിന് ശേഷം മാധവൻ മാസ്റ്റർ, എൻ്റെ അച്ഛൻ. പിന്നെ ഇപ്പം നോക്കുന്നത് എൻ്റെ വലിയച്ഛനാണ്, പാരമ്പര്യ ട്രസ്റ്റായിട്ട് ഉള്ളത്. ക്ഷേത്ര കമ്മിറ്റിയിൽ ഒരുപാട് പേരുണ്ട്. എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഈ അമ്പലത്തിൻ്റെ ഞാൻ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് വരാം. ഇതെങ്ങനെ എത്ര ഇതായി എന്നുള്ളത്. ഇവിടെ ഈ ക്ഷേത്രം റെയിൽവേൻ്റെ സ്ഥലത്താണ് വരുന്നൊരു സ്ഥലമാണിത്. അപ്പോൾ ഈ പ്ലാറ്റ്ഫോം വീതി കൂട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് ഇത് ഇവിടുന്ന് ഒഴിവാക്കാനുള്ളൊരു തീരുമാനം അന്നത്തെ കാലത്ത് റെയിൽവേ എടുത്തു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ട്രെയിൻ ഇവിടെ ഈ വശത്തെത്തുമ്പോൾ ഒരു എൻജിൻ ഓഫായിട്ട് മുന്നോട്ട് പോകാത്തൊരു സാഹചര്യം ഉണ്ടായി എന്നാണ് പഴമക്കാർ പറയുന്നത്. അതാണ് ഞാൻ ചോദിക്കാൻ വന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് റെയിൽവേൻ്റെ സ്ഥലത്തല്ല ഇപ്പോൾ നിൽക്കുന്നത്. അതെ. അപ്പോൾ റെയിൽവേ ഇത് റെയിൽവേൻ്റെ അടുത്ത് എന്താ കിട്ടുന്നുണ്ടോ? ഒന്നുമില്ല. റെയിൽവേ കഴിയുന്നതും ഇവിടുന്ന് ഒഴിവാക്കാനുള്ള ശ്രമങ്ങളും കേസുകളും നടക്കും. ചോദിക്കാൻ മതി. അതുപോലെ ഒരുപാട് ശ്രമങ്ങൾ നടത്തിയവർ അത് ഉണ്ടായിരുന്നു. അതായിട്ട് അതിനെപ്പറ്റി ഞാൻ ആധികാരികമായിട്ട് എനിക്ക് ഡീറ്റെയിൽസ് അറിയില്ല. കേസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടുത്തെ ബാക്കിയുള്ള ആളുകളാണ് ഇത് നോക്കുന്നത്. അതായത് ഇങ്ങനെ ഒരു ആരാധനാലയം ഗവൺമെൻറ് പൊതുവായൊരു സ്ഥലത്ത് കാണാറില്ല നമ്മൾ. അതുകൊണ്ടാണ് ആകർഷിക്കപ്പെട്ടത് ഞങ്ങൾ. അതെ, ഇത് എന്താണെന്ന് വെച്ചാൽ ഇത് എപ്പോഴും ഗവൺമെൻറ്റിൻ്റെ അധികാര പരിധിയിൽ വരുന്നൊരു സംഗതിയാണ്. അപ്പം ഗവൺമെൻറ്റാണ് അന്തിമ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് മാറേണ്ടതായിട്ട് തന്നെ. ഇവിടെ എന്തെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുമ്പോൾ അനുമതി ചോദിക്കാറില്ല? തീർച്ചയായിട്ടും റെയിൽവേൻ്റെ അനുവാദം ഇല്ലാതൊന്നും ഇവിടെ ബുദ്ധിമുട്ടാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും. അതാണ് എൻ്റെ അറിവ്. റെയിൽവേൻ്റെ പ്രശ്നം ഇവിടെ അതാണ് മെയിൻ ഒരു ബുദ്ധിമുട്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇവിടെ പ്ലാറ്റ്ഫോം ഇവിടെ ഉണ്ട് തൊട്ടടുത്ത് റെയിൽ. അതെ. അപ്പോൾ അത് പിന്നെ ഇതിൻ്റെ ഉത്സവമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വേറൊരു കാര്യം എന്താ വെച്ചാൽ, എല്ലാ ഉത്സവം തുടങ്ങുകയെന്ന് വെച്ചാൽ ഇപ്പോഴും എണ്ണ വരും. അത് ആ കാര്യം അറിയോ? വസൂരിയായിട്ട് ബന്ധപ്പെട്ടല്ല. ഇവിടെ ഉത്സവം തുടങ്ങുകയെന്ന് പറഞ്ഞാൽ ട്രെയിനിൽ എണ്ണ വരും. ഈ ഉത്സവമായിട്ട് ബന്ധപ്പെട്ടിട്ട് ട്രെയിനിൽ എണ്ണ ഇപ്പോഴും വരുന്നുണ്ട്. ആ എണ്ണ വരുന്നതോട് കൂടിയിട്ട് ആണ് ഇവിടെ ഉത്സവത്തിൻ്റെ അതായത് ഉത്സവത്തിൻ്റെ തലേദിവസം ഇവിടെ ട്രെയിനിൽ എണ്ണ വരും. അങ്ങനെ ഒരു ആചാരം ഇവിടെ ഉണ്ട്. അത് എത്രയോ വർഷങ്ങളായിട്ട് നടക്കുന്നത്. ഇപ്പോഴും വരുന്നുണ്ട്. ഈ വർഷം നിങ്ങൾ പ്രതീക്ഷിക്കാം. ഏത് ട്രെയിനിൽ എങ്ങനെയാണ് വരുന്നത് കൃത്യമായിട്ട് എനിക്ക് പറയാനുള്ള അധികാരമില്ല. പക്ഷെ അതിവിടെ ഇതിൻ്റെ ഒരു ഒഫീഷ്യൽ രേഖയിൽ വരുന്ന കാര്യമാണ്.
ട്രെയിനിൽ എണ്ണ വരും. റെയിൽവേ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന റെയിൽവേ അത് അവരുടെ രജിസ്റ്ററിൽ ഉണ്ടാവും, അല്ലാതെ അവിടെ നിന്ന് ആരെങ്കിലും അത് കൊടുത്തു വിടുന്നതാണുള്ളത്. അപ്പോൾ അത് ഇപ്പോൾ എവിടുന്ന് അയക്കുന്നത് എന്താ അറിയാം? അത് സർക്കാരായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമാണ്. സീക്രട്ടാണ്. സീക്രട്ട് മീൻസ് അത് എന്താ വെച്ചാൽ അത് ഒരു ഗവൺമെന്റ് റെക്കോർഡിൽ അങ്ങനെ വന്നിട്ടുണ്ടാവും. റെയിൽവേന്റെ ഏത് സെക്ഷൻ ഏത് ഭാഗത്ത് നിന്ന് അയക്കുന്നത് അങ്ങനെ ഒന്നും അത് ഞാൻ അന്വേഷിച്ചിട്ടില്ല എന്നുള്ള സത്യം. നമ്മളൊരു ആധാരമായിട്ട് ബന്ധമായതുകൊണ്ട് അത് വരുന്നുണ്ട്. അറിയാനുള്ള ഒരു ആഗ്രഹം ചോദിച്ചത്. അത് ഒരു ഇതിൽ ട്രെയിനിൽ എണ്ണ വരുന്നുള്ളൊരു കാര്യമുണ്ട്. അതിപ്പം നിന്നിട്ടുണ്ടോ എന്നുള്ളത് ഒന്നും കൂടി അത് റെയിൽവേ ആയിട്ട് കഴിഞ്ഞ വർഷം വന്നിരുന്നോ? കഴിഞ്ഞ വർഷം വന്നിട്ടുണ്ടോ എന്നുള്ളത് ചോദിക്കണം. എനിക്ക് കൃത്യമായിട്ടുള്ള, പക്ഷെ അത് ചടങ്ങ് നടക്കുന്നുണ്ട്. അങ്ങനെ ചടങ്ങുണ്ടായിരുന്നു. അത് എത്രയോ വർഷങ്ങളായിട്ടുള്ളതാണ്. പുതിയൊരു അറിവാ ഞങ്ങൾക്ക്. അതെ, അതാണ് ഇതിൻ്റെ ഒരു ഇത്. പിന്നെ ഇവിടെ ആളുകൾ ഇത് ഈ ഒരുപാട് ഫേസസ് കടന്നു പോയിട്ടുണ്ട് ഈ അമ്പലം. അമ്പലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം നമുക്കറിയാം അതിന് ശേഷമാണ് 1-ാം ലോകമായുധം 2-ാം ലോകമായുധമൊക്കെ വന്നത്. ശരി. അപ്പോഴും ഈ അമ്പലം ഇവിടെ ഉണ്ട്. പിന്നെ കുറച്ചു കാലം ആളുകൾ ശ്രദ്ധിക്കപ്പെടാതെ ബ്രിട്ടീഷുകാരുടെ കാലത്തെ ഇവിടെ ഉണ്ട്. ബ്രിട്ടീഷുകാർ വരുന്നതിനും, അതായത് 1870 കാലഘട്ടം മുതലേ ഇവിടെ ഉണ്ട്. ഇതിന് കഴിഞ്ഞ വർഷത്തെ ഇതിൻ്റെ മുമ്പത്തെ വർഷത്തെ ബ്രോഷറിൽ ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഈ വർഷത്തെ ബ്രോഷറിൽ അത്ര ഡീറ്റെയിൽ ഇല്ല. അപ്പം ഞാൻ മാതൃഭൂമി പത്രത്തിൽ ഇതിനെ പറ്റി വായിച്ചിരുന്നു. പൈതൃകം എന്ന് പറഞ്ഞൊരു ഭക്തി ഉണ്ട്. അതിൽ വായിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പോഴേ ഞാൻ ഓർത്തെടുക്കുന്നത്. അന്നൊരു വസൂരി വന്ന സമയത്ത് ഇവിടെ ഈ എണ്ണ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ മാറുന്ന ഒരു ഇതായിരുന്നു അല്ലേ? അത് പല ഐതിഹ്യങ്ങളുണ്ട്. ഇതിലിപ്പോൾ എനിക്കറിയുന്ന ആധികാരികമായിട്ട് അറിയുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ എന്താ പറയുക, പിന്നെ വേറെ ഐതിഹ്യങ്ങളുണ്ട്. ഇപ്പം ആളുകൾ ഈ പ്രദേശത്തുള്ള ആളുകൾ, ഈ പ്രദേശത്ത് നിന്നുള്ള ഇവിടെ വിശ്വാസമുള്ള ആളുകൾ എന്ത് സാധനങ്ങൾ, വിലപ്പെട്ട ഡോക്യുമെൻറ്റ്സ് അല്ലെങ്കിൽ നമ്മൾ ആഭരണങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കളഞ്ഞു പോയാൽ ഇവിടേക്ക് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുക. അപ്പം അതിനുള്ള റിസൾട്ട് കിട്ടുന്നുള്ളതാണ് ഇവിടുത്തെ ഈ അമ്പലമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു വിശ്വാസം. പിന്നെ അവിടെ ഒരു ഭാഗം കാണുന്നുണ്ട്, എന്താണ്? അത് ഗുളികൻ്റെ പ്രതിഷ്ഠ. ഗുളികൻ്റെ പ്രതിഷ്ഠ അല്ല? അത് അങ്ങനെയാണ്. അത് പണ്ട് ഇതൊന്നും ഇങ്ങനെ സെപ്പറേറ്റഡ് ആയിരുന്നില്ല, ഒന്നിച്ചൊറ്റ പറഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് എനിക്കറിയുന്നത്. ഈ പുറത്ത് കിടക്കുന്ന പ്രദേശമൊക്കെ ഇതാണ്, ഇതൊക്കെ റെയിൽവേൻ്റെയാ? അത് ഇത് ഈ ഭാഗം ഒന്നും ഫുൾ റെയിൽവേൻ്റെ തന്നെയാണ്. എനിക്ക് പറഞ്ഞത് പുറമ്പോക്കിൽ നിൽക്കുന്ന ഒരു ക്ഷേത്രമാണല്ലേ? അതെ, അങ്ങനെ ആയിരുന്നു. അത് ഇപ്പം ദേവസ്വത്തിൻ്റെ ഇതിൽ വരുന്നതാണ്. അതെയോ? ഇത് ദേവസ്വത്തിൻ്റെ അണ്ടറിലായോ? അതെ. ശരി, ദേവസ്വത്തിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. നിങ്ങൾ വിലപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞു തന്ന ക്ഷേത്രത്തിനെ പറ്റിയിട്ട് വളരെ ഉപകാരം. താങ്ക് യു.